കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സുധീഷിനെയും തിരഞ്ഞ് സുധീഷ് പറഞ്ഞ ലൊക്കേഷനിലേക്കുള്ള യാത്രയിലാണ് സുഭാഷും കൂട്ടരും. ദേഷ്യത്തോടെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത ഹരീഷിനെ നീതു വോയിസ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കട്ട് ചെയ്യാൻ തോന്നിയതിന്റെ കാരണം എനിക്കറിയണം. നീ വേറെ ആരുടെയോ കൂടെ കറങ്ങാന്ന് എനിക്കറിയാം. അതിനിടയിൽ ഞാൻ ഫോൺ ചെയ്തത് നിനക്ക് ഡിസ്റ്റർബൻസ് ആയോ? അതുകൊണ്ടാണോ നീ കട്ട് ചെയ്തേ എന്നവൾ ദേഷ്യത്തോടെ ഒരു മെസ്സേജ് കൂടി അയക്കുന്നുണ്ട്. നിധിയും തന്റെ റൂമിൽ എന്തു ചെയ്യണമെന്നറിയാതെ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക. നീതു വീണ്ടും വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട്. സംസാരം തുടങ്ങി ഒരാഴ്ച കൊണ്ട് നിനക്ക് മടുത്തുവല്ലേ? നീ ഇത്രമാത്രം മോശപ്പെട്ട ഒരാളാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ലെന്ന്. അപ്പോഴേക്കും വളവ് തിരികെയായിരുന്ന ഹരീഷിന്റെ സ്കൂട്ടി എതിരെ വന്ന ഒരു കാർ ഇടിച്ചിട്ട് പോവുകയാ. സുഭാഷം പരിഭ്രമത്തോടെ തന്റെ ബൈക്ക് നിർത്തി ഇറങ്ങിച്ചെന്ന് ഹരീഷേ എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ചവനെ പൊക്കി എഴുന്നേൽപ്പിക്കുമ്പോഴേക്കും ഇടിച്ചിട്ട് പോയ വണ്ടിയും കുറച്ചു മുന്നിൽ കൊണ്ടുപോയി നിർത്തുന്നുണ്ട്. എടാ എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നേ? കണ്ണില്ലേ നിനക്ക് എന്ന് സുഭാഷേട്ടൻ ദേഷ്യത്തോടെ വിളിച്ചു പറയാം. ആ കാറിന്റെ ഡ്രൈവിംഗ് ഡോർ തുറന്നിറങ്ങുന്നത് രാജീവിന്റെ ആൾക്കാരുടെ ലീഡർ ആയിരുന്നു. എന്താടാന്ന് അവൻ ദേഷ്യത്തോടെ ചോദിക്കേ. സുധീഷുമായി പുറകിലിരിക്കായിരുന്ന കൂടെയുള്ളവനെ വിളിച്ചു പറയുന്നുണ്ട്. വേണ്ട, നിങ്ങൾ വണ്ടി എടുക്ക്, അത് വള്ളിയാവുമെന്ന്. വണ്ടി തട്ടിയതും പോരാ, എന്നിട്ട് എന്താണെന്നോ എന്ന് ചോദിച്ച് സുഭാഷ് ദേഷ്യത്തോടെ അങ്ങോട്ട് നടക്കുമ്പോഴേക്കും അവൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവരുടെ ലീഡർ കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. സുധീഷ് ആ സമയത്തെല്ലാം മയക്കത്തിലായിരുന്നു. അപ്പോഴേക്കും സുധീഷിന്റെ കൂടെ ഇരിക്കുന്ന ഒരുത്തൻ മറ്റവനോടായി പറയുന്നുണ്ട്. എടാ നീയൊന്ന് ചെന്ന് പിടിച്ചേ, ഏറ്റെടുത്ത പണി തീർന്നില്ല. അപ്പോഴാ മറ്റേത് ചെല്ലെന്ന് പറയേ അവനും കാറിൽ നിറങ്ങി പോവുകയാണ്. അവരുടെ നേതാവ് അങ്ങോട്ട് ചെന്ന് എന്താടാ കലിപ്പാണോ എന്ന് ചോദിക്കേ. എന്ത് സ്പീഡിലാ നിങ്ങൾ വണ്ടി ഓടിച്ചു പോകുന്നേ എന്ന് സുഭാഷൻ ചോദിക്കുക. എന്റെ വണ്ടി പബ്ലിക് റോഡ്, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഓടിക്കും, നീ ആരാടാ ചോദിക്കാൻ എന്നവൻ പറയേ. ദേ മര്യാദയ്ക്ക് സംസാരിക്കണം എന്നവൻ ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും സുഭാഷേട്ടൻ വന്നേ എന്ന് നികേഷും വിളിക്കുന്നുണ്ട്. ആ സമയത്താണ് സുധീഷും മയക്കം വിട്ടുണരുന്നത്. ബാക്ക് ഗ്ലാസ്സിലൂടെ തിരിഞ്ഞു നോക്കിയ സുധീഷും സുഭാഷേട്ടനെയും കൂട്ടരെയും കണ്ട് വെപ്രാളത്തോടെ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവന്റെ വാ മൂടിക്കെട്ടിയ രീതിയിലായിരുന്നു. കൂടെയുള്ളവൻ സുധീഷിനെ പിടിച്ചമർത്തിയിരുത്തുകയാണ്. കാറിൽ നിറങ്ങിപ്പോയവനും അവരുടെ ലീഡറോടായി വാ മതി പോവാം എന്ന് പറഞ്ഞു വിളിക്കേ. സുഭാഷേട്ടൻ വന്നേ, നമുക്ക് സമയമില്ല. എങ്ങനത്തെ പാർട്ടിയെന്നറിയില്ലെന്ന് ഹരീഷ് പറയേ. എന്താടാ നിനക്ക് തല്ലണോ എന്ന് അവരുടെ നേതാവ് ചോദിക്കുന്നുണ്ട്. സുഭാഷേട്ടൻ വന്നേ എന്ന് വിളിച്ച് ഹരീഷും നികേഷും കൂടി അവനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോഴേക്കും കൂടെയുള്ളവനും അവരുടെ ലീഡറുമായി കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും സുധീഷ് തന്റെ കാലുകൊണ്ട് അവനെ ആഞ്ഞു ചവിട്ടുകയാണ്. അവൻ നിലത്തേക്ക് വീഴുമ്പോഴേക്കും സുധീഷും തല പുറത്തേക്കിട്ട് നിലവിളിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും എന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ നികേഷും സുധീഷിനെ കാണുന്നുണ്ട്. അവൻ സുഭാഷേട്ടനെ വിളിച്ച് സുഭാഷേട്ട അതാ സുധീഷേട്ടൻ എന്ന് വിളിച്ചു പറയേ. എവിടെയെന്ന് ചോദിച്ച് സുഭാഷും ഹരീഷും കൂടി അങ്ങോട്ട് ഓടിയെത്തുകയാണ്. ദേ എന്ന് പറഞ്ഞ് നികേഷ് കാണിച്ചു കൊടുക്കുമ്പോഴേക്കും സുധീഷ് എന്ന് വിളിച്ച് സുഭാഷും ഹരീഷും ആ വണ്ടിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ടെങ്കിലും അവർ വണ്ടിയും എടുത്ത് പോവുകയാണ്. സുഭാഷും ഹരീഷിനോട് പെട്ടെന്ന് വണ്ടി എടുക്കാനായി പറഞ്ഞ് ബൈക്കും എടുത്ത് ആ കാറിന് പുറകെ വെച്ചു പിടിക്കുകയാണ്. വണ്ടി നിർത്തണം, വണ്ടി നിർത്തുന്ന അവർ ഇടയ്ക്കിടെ വിളിച്ചു പറയുന്നുണ്ട്. കാറിലിരുന്ന് പരാക്രമം കാണിച്ചുകൊണ്ടിരുന്ന സുധീഷിനെ പിടിച്ചമർത്തിക്കൊണ്ട് അവന്മാർ വിടുന്ന ലക്ഷണമില്ലല്ലോ, പുറകെ തന്നെ ഉണ്ടെന്ന് കൂടെയുള്ളവർ പറയുന്നുണ്ട്. നിന്നോട് പറഞ്ഞതല്ലേടാ പോയി വള്ളി പിടിക്കണ്ടെന്ന് എന്നൊരുത്തം പറയേ. അതിനവനൊന്നും പറ്റിയില്ലല്ലോ എന്നവരുടെ ലീഡറും ചോദിക്കുക. നിർത്തടാന്ന് അലറി വിളിച്ചുകൊണ്ട് ഹരീഷും സുഭാഷുമെല്ലാം അവരുടെ പുറകെ വരുന്നത് കാണേ. മര്യാദയ്ക്ക് നിർത്താതെ പോകുന്നത് നല്ലത്, ആ പവർ ഒന്നും പോരാ, ചവിട്ടി വിടരാ വേഗം എന്ന് പറയുമ്പോഴേക്കും ഡ്രൈവിംഗ് സീറ്റിലിരുന്നവനും വണ്ടി സ്പീഡിൽ ഓടിച്ചു വിടുകയാണ്. അങ്ങനെ ആ വണ്ടിയുടെ പുറകെ ചേസ് ചെയ്ത് അവരൊടുവിൽ ആ വണ്ടിയെ ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നുണ്ട്. അവർ മൂന്നുപേരും വണ്ടി നിർത്തി ഇറങ്ങി വരുന്നത് കാണുന്ന സുധീഷിനും സന്തോഷമാവുകയാ. അപ്പോഴേക്കും ഒരുത്തൻ കാറിൽ നിന്ന് ഇറങ്ങി ചെല്ലെ ഹരീഷും അവനെ അടിച്ചു വീഴ്ത്തുന്നുണ്ട്. ബാക്കിയുള്ള രണ്ടുപേരും കൂടി കാറിൽ നിന്ന് ഇറങ്ങി ചെല്ലുമ്പോഴേക്കും സുധീഷും ഹരീഷും കൂടി അവരെ നേരിടുന്നതിനിടയിൽ നികേഷ് ചെന്ന് കാറിന്റെ ഡോർ തുറന്ന് സുധീഷ് ഏട്ടാന്ന് വിളിച്ച് അവന്റെ കൂടെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും അവരെല്ലാം അടിച്ചു വീഴ്ത്തി സുഭാഷും ഹരീഷും അങ്ങോട്ടെത്തുന്നുണ്ട്. അവരാശ്വാസത്തോടെ സുധീഷിനെ ചേർത്ത് പിടിച്ച് അവന്റെ വായിലെ പ്ലാസ്റ്ററും കയ്യിലെ കെട്ടുമെല്ലാം അഴിച്ച് നാലുപേരും കാറിൽ നിറങ്ങി ചെല്ലുമ്പോഴേക്കും അത് കാണുന്ന അവരുടെ നേതാവും അവരുടെ നേരെ പാഞ്ഞടിക്കുമ്പോഴേക്കും അവരവനെ അടിച്ചു വീഴ്ത്തിയിടുകയാണ്. അങ്ങനെ സുഭാഷും സുധീഷും ഹരീഷും എല്ലാം കൂടി അവരെ ഓടിച്ചു വിടുകയാണ്. കൂടെയുള്ള രണ്ടുപേർ പേടിച്ചോടി പോകുമ്പോഴേക്കും നിലത്ത് വീണ് കിടക്കുകയായിരുന്ന അവരുടെ ലീഡറിനെ പൊക്കിയെടുത്ത് സുഭാഷ് ചോദിക്കുന്നുണ്ട്. പറയടാ എന്തിനാടാ ഇവനെ കടത്തിക്കൊണ്ട് പോയത്? ആര് പറഞ്ഞിട്ടാണെന്ന് ചോദിച്ച് അവനെ അടിക്കാൻ തുടങ്ങുമ്പോഴേക്കും സുധീഷും തടഞ്ഞുകൊണ്ട് ഏയ് ചേട്ടാ നിർത്ത്, ഇവനോട് ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞ് പറയടാ എന്റെ വണ്ടി ബ്ലോക്ക് ചെയ്ത് സ്വർണവും പണവും മോഷ്ടിച്ചത് എന്തിനാ? ആർക്കാടാ നീ കൊണ്ടു കൊടുത്തേ? ഞാൻ അതുവഴി വരുന്ന വിവരം നിന്റെ അടുത്ത് ആരാടാ പറഞ്ഞു? എടാ ഞാൻ വരുന്ന വിവരവും സമയമൊക്കെ കൃത്യമായിട്ട് ആരെ അറിയിച്ചതുമെന്നൊക്കെ ചോദിക്കേ. ഇനി എന്നെ തല്ലരുത്, ഞാൻ പറയാമെന്ന് അയാളും
ഒരു ഫോൺ കൊട്ടേഷൻ ആയിരുന്നു. പണവും സ്വർണവും എടുത്ത് നിങ്ങളെ ഒരിടത്ത് ഒളിപ്പിച്ചു വെക്കാനായിരുന്നു. പക്ഷെ അതാരാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല എന്നവൻ പറയുന്നുണ്ട്. പിന്നീട് രാവിലെ ആവുമ്പോൾ നിധിയുടെ വീട്ടിലെ അടുക്കളയിൽ ചായ ഉണ്ടാക്കുന്ന തിരക്കില സാന്ദ്ര. ഹേമ അങ്ങോട്ടെത്തുമ്പോഴേക്കും അമ്മയ്ക്ക് ചായ വേണോ എന്ന് സാന്ദ്ര ചോദിക്കുന്നുണ്ട്. വേണ്ട, എന്താന്നറിയില്ല, എണീറ്റപ്പോ മുതൽ ഒരു തലവേദന. മോൾ ഒരു കോഫി എടുക്കെന്ന് പറഞ്ഞ് ഹേമ സിറ്റ് ഔട്ടിലേക്ക് ചെന്ന് അവിടെ ഇട്ട പാലും പത്രവും എടുത്ത് തിരിയുമ്പോഴാണ് സിറ്റ് ഔട്ടിലെ ചെയറിൽ ആരോ പേപ്പറും വായിച്ചിരിക്കുന്നത് കാണുന്നത്. മുഖം മറച്ച് പത്രവും വായിച്ചിരിക്കുന്ന ആളെ കാണേ രാവിലെ തന്നെ ഉമ്മറത്ത് വന്നിരിക്കുന്നത് എന്തിനാ, ആരെന്നാ ചോദിച്ചേ എന്ന് ഹേമ ഒച്ചെടുക്കുമ്പോഴേക്കും പത്രം പിടിച്ച് മുഖം മറച്ചിരുന്ന സുധീഷ് അത് മാറ്റുമ്പോഴേക്കും അവനെ കണ്ട് ഞെട്ടുന്ന ഹേമയുടെ കയ്യിൽ നിന്നും ആ പത്രവും പാലുമെല്ലാം താഴേക്ക് വീഴുകയാ. അവർ പരിഭ്രമത്തോടെ രാജീവേട്ട, അരുണെ എന്ന് വിളിച്ച് അകത്തേക്ക് ഓടിപ്പോവുകയാ. പരിഭ്രമത്തോടെ ഓടുന്നതിനിടയിൽ കോഫിയുമായി വന്ന സാന്ദ്രയുടെ കയ്യിലെ കോഫിയും അവർ തട്ടി വീഴ്ത്തുകയാ. എന്താ അമ്മയെന്ന് സാന്ദ്രയും പരിഭ്രമത്തോടെ ചോദിക്കേ. അവിടെ അരുൺ എവിടെ പോയി എന്ന് ഹേമ പരിഭ്രമത്തോടെ ചോദിക്കേ. മുറിയിലുണ്ട് എന്ന് സാന്ദ്ര പറയുമ്പോഴേക്കും പോയി വിളിക്ക്, അവനെ പോയി വിളിക്കെന്ന് പറഞ്ഞ് രാജീവേട്ടാന്ന് വിളിച്ച് അവരുടെ റൂമിന്റെ കഥകിൽ ചെന്ന് തട്ടുകയാ ഹേമ. രാജീവ് റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും ഒന്നിങ്ങ് വന്നേ, ഒന്ന് വേഗം വാ, വന്നൊന്ന് കാണ് എന്ന് പറഞ്ഞ് ഹേമ വിളിക്കുന്നുണ്ടെങ്കിലും കാര്യം പറ ഹേമ എന്ന് രാജീവ്. വന്ന് കാണുന്നു പറഞ്ഞ് രാജീവിനെ കൂട്ടിക്കൊണ്ട് പോകുമ്പോഴേക്കും അങ്ങോട്ടെന്നൊന്ന് അരുണും എന്താമ്മേ എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട്. എടാ, ഞാൻ പത്രം എടുക്കാൻ പോയില്ലേ, അപ്പൊ അവിടെ ഇരിക്കുന്നു എന്നമ്മ പറയേ. ആര് എന്ന് അരുണും വെപ്രാളത്തോടെ ചോദിക്കുന്നുണ്ട്. ഞാൻ തന്നെയാ എന്ന് പറഞ്ഞ് സുധീഷും ആ ഉമ്മറ വാതിക്കലേക്ക് വന്ന് നിൽപ്പുണ്ട്. അപ്പോഴേക്കും സ്റ്റെയർ കേസ് ഇറങ്ങി വന്ന നിധിയും അവനെ കണ്ട് സുധീഷേ എന്ന് വിളിക്കെ സുധീഷും അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. അരുണും ദേഷ്യത്തോടെ അവന്റെ അടുത്തേക്ക് നടന്നു ചെന്ന് അവന്റെ കോളറിനിട്ട് പിടിച്ചോണ്ട് ഡാ, ഞങ്ങളുടെ പണവും സ്വർണം എടുത്ത് നീ എങ്ങോട്ടാടാ പോയത്, പറയടാ, എടാ പറയാൻ എന്ന് അലറി വിളിക്കുമ്പോഴേക്കും അങ്ങോട്ടെത്തുന്ന രാജീവും അരുൺ വീട് അരുൺ. ഒരാള് വന്ന് കയറി ഉടനെ കോളർ പിടിച്ചിട്ടാണോ സംസാരിക്കുന്നത്? അല്പമെങ്കിലും മര്യാദ വേണ്ടേ അരുൺ? ഇവനാണ് പണമെടുത്തിട്ടുള്ളതെങ്കിൽ പിന്നെന്തിനാ ഇവൻ ഇങ്ങോട്ട് വരുന്നേ? ആദ്യം നീ ഒന്ന് അടങ്ങരുൺ, കാര്യങ്ങള് സമാധാനത്തോടെ സംസാരിക്കാലോ എന്ന് രാജീവ് പറയേ. അരുണും ദേഷ്യത്തോടെ അവന്റെ കോളറിലെ പിടിവിടുകയാ. രാജീവ് അരുണിനോടായി പറയുന്നുണ്ട്, ചിലപ്പോ സുധീഷിന്റെ കയ്യിൽ ഒരു തെറ്റും കാണില്ല, സംസാരിച്ച് നോക്കിയാലല്ലേ അതറിയൂ എന്ന് പറഞ്ഞ് സുധീഷിനോടായി എന്റെ സുധീഷെ, ഇന്നലെ രാത്രി സുധീഷ് വരാതിരുന്നത് കൊണ്ട് ആകെ പ്രശ്നമായി. ഇപ്പൊ നേരിട്ട് കണ്ടപ്പോഴാ ശരിക്കും സമാധാനമായത്. എന്താ ശരിക്കും സംഭവിച്ചെന്ന് ചോദിക്കെ സുധീഷും ഒന്നും മിണ്ടാതെ രാജീവിന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിൽപ്പാ. നിധിയും ടെൻഷനോടെ പറയുന്നുണ്ട്, ഞാൻ ഫോൺ ചെയ്തപ്പോ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ, എത്ര തവണ ട്രൈ ചെയ്തെന്നറിയോന്ന്, എവിടെയാ പോയത്, എന്താ ചെയ്യുന്നതെന്ന് അറിയിക്കാനെങ്കിലും തോന്നിയോ ഇയാൾക്ക്, എന്തായിരുന്നു പറ്റിയത്? ആ പണവും സ്വർണവും നിങ്ങൾ എടുത്തു വന്നാ ഇവരൊക്കെ പറയുന്നത് ശരിയാണോ എന്ന് നിധി ചോദിക്കേ. ഇല്ലെന്നവൻ തലകുലുക്കുകയാ. അപ്പൊ എന്താ ഇന്നലെ വരാതിരുന്നത്? ഇവിടെ എല്ലാരും നിങ്ങൾ ആ പണവും സ്വർണവും എടുത്തതെന്ന് പറയാൻ തുടങ്ങി, അറിയോ? ഞാൻ ശരിക്കും പേടിച്ചു പോയി. ഒന്ന് ഫോൺ ചെയ്ത് എവിടെയാണുള്ളതെന്ന് പറയാൻ എന്ത് ബുദ്ധിമുട്ടായിരുന്നു ഇയാൾക്ക്. ഇയാൾ എവിടേക്കാ പോയതെന്നൊക്കെ നിധി ചോദിക്കുന്നുണ്ടെങ്കിലും സുധീഷ് ഒന്നും മിണ്ടാതെ നിൽപ്പാ. എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് പറ സുധീഷേ എന്നവൾ പറയേ. എല്ലാവരെയും ഒന്ന് നോക്കി പറയാം, ഞാൻ ഇവിടുന്ന് പോയി കുറച്ചു ദൂരം കഴിഞ്ഞപ്പോഴേ വഴിയിൽ ഒരാള് വണ്ടിക്ക് കൈ കാണിച്ചു. അയാളുടെ വണ്ടി താഴെ വീണ് കിടപ്പുണ്ടായിരുന്നു. ദേഹമാസകലം ചോര ഒലിപ്പിച്ച് കിടക്കുന്നത് കണ്ടപ്പോ ഞാൻ വണ്ടി നിർത്തി ഇറങ്ങിച്ചെന്നു. അയാളുടെ വണ്ടി എടുത്ത് സ്റ്റാൻഡ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും പെട്ടെന്ന് 5-6 പേര് എന്റെ ചുറ്റും കൂടി നിന്ന് ഒരുപാട് അടിച്ചു. പിന്നെ ബാഗ് എടുത്ത് പോവാൻ തുടങ്ങി. ഞാൻ തടയാൻ കുറെ നോക്കി, പക്ഷേ ആ സമയം കൊണ്ട് ബാഗ് എടുത്ത് 2 പേരും ഓടിപ്പോയി. ഞാൻ പിന്നാലെ പോവാൻ നോക്കിയപ്പോഴേക്കും അവരെന്നെ ഞാൻ പോയ വണ്ടിയിൽ കയറ്റി ഏതൊക്കെയോ വഴിയിലൂടെ പോയി പഴയൊരു കെട്ടിടത്തിലേക്ക് കൊണ്ടുപോയി അവിടെ എന്നെ കെട്ടിയിട്ടു എന്ന് പറഞ്ഞ് അരുണിന്റെ നേരെ ചെന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. ബാഗ് എടുത്ത് ഓടിയവർ ആരാണെന്നോ എന്നെ കെട്ടിയിട്ടവർ ആരാണെന്നോ അവരോട് ചോദിച്ചിട്ട് അവരൊന്നും പറയുന്നുമില്ല എന്ന് പറഞ്ഞ് നിധിയോടായി. രാത്രി എന്നെ അവരവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. വഴിയിൽ വെച്ച് വണ്ടി നിർത്തിയപ്പോ ഞാൻ എങ്ങനെയോ അവിടുന്ന് രക്ഷപ്പെടുകയായിരുന്നു. നേരെ ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നു എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ. അപ്പൊ ഇതിന് പിന്നിൽ ആരാണെന്ന് ഇവന് പിടികിട്ടിയിട്ടില്ല. അത് ഏതായാലും നന്നായി എന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. സുധീഷിനൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്ന് ടെൻഷനോടെ നിധി ചോദിക്കേ. ഇല്ലെന്ന് സുധീഷും. അത് കേൾക്കെ നിധിയും അരുണിനോടും അച്ഛനോടുമായി ഞാൻ പറഞ്ഞില്ലേ സുധീഷ് അങ്ങനെ ചെയ്യില്ലെന്ന്. ഞാൻ പറഞ്ഞപ്പോ നിങ്ങളാരും വിശ്വസിച്ചില്ലല്ലോ. സുധീഷ് ഒരിക്കലും മോഷ്ടിക്കില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ കേട്ടോ? ഇല്ലല്ലോ. എന്തൊക്കെ പറഞ്ഞു നിങ്ങള്? ദാ വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ? ഇപ്പൊ എന്താ പറയാനുള്ളതെന്ന് നിധി ചോദിക്കേ. നിധി അപ്പോഴത്തെ ആ ടെൻഷനില് അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ. നീ അത് വിട്, ആദ്യം സുധീഷിന്റെ കാര്യം നോക്ക്. ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു വന്നതല്ലേ, ഒരുപാട് അടിച്ചു എന്നൊക്കെയല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് സാന്ദ്രയോടായി. സാന്ദ്രയെ സുധീഷിന് കുടിക്കാൻ കുറച്ച് വെള്ളമെടുക്കെന്ന് പറയുന്നുണ്ട്. സാന്ദ്ര വെള്ളമെടുക്കാനായി പോകുമ്പോഴേക്കും സുധീഷ് ഇരിക്ക് വാ എന്ന് വിളിച്ച് രാജീവ് അവനെ ഡൈനിങ് ടേബിളിലെ കസേരയിലേക്ക് ഇരുത്തുകയാ. അവരെ നല്ലവണ്ണം ഉപദ്രവിച്ചല്ലേ എന്ന് നിധി ചോദിക്കേ. ഏയ് സാരമില്ലെന്ന് സുധീഷും. അപ്പോഴേക്കും സാന്ദ്ര കൊണ്ടുവന്ന വെള്ളം നിധി വാങ്ങിച്ച് അവന് കൊടുക്കുകയാ. അവനത് വാങ്ങി കുടിക്കുമ്പോഴേക്കും അരുണും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. വെളിച്ചമാവുമ്പോഴേക്കും നട്ടാക്കുരുക്കാത്ത നുണയുമായി വന്നിരിക്കുന്നു. കേട്ട ഉടനെ വിശ്വസിക്കാൻ നീയും. വഴിയിൽ വെച്ച് ഗുണ്ടകൾ ആക്രമിച്ച് പണം തട്ടിക്കൊണ്ടുപോയി. പച്ച കള്ളമാ നിധി. സ്വർണമൊക്കെ
ഇവൻ എടുത്ത് മാറ്റിയതാ, എന്നിട്ട് ഇവിടെ വന്ന് നാടകം കളിക്കുക എന്നൊക്കെ അവൻ ദേഷ്യത്തോടെ വിളിച്ചു പറയുന്നത് കേൾക്കെ വിവരദോഷി അനാവശ്യമായിട്ട് ഓരോന്ന് പറഞ്ഞ് കോളമാക്കും എന്ന് മനസ്സിൽ ചിന്തിച്ച് രാജീവും അരുണിനോടായി, അരുൺ സുധീഷ് എന്തിനാ ഇങ്ങനെ വെറുതെ ഒരു നുണയുണ്ടാക്കി പറയുന്നത്? എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെയല്ലേ വന്നത്? സുധീഷിന്റെ കയ്യിൽ ഒരു തെറ്റുണ്ടായിരുന്നെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു വരുമായിരുന്നോ? ആദ്യം നീ ഒന്ന് സമാധാനമായിട്ടിരിക്കെന്ന് ആശ്വസിപ്പിക്കേ. അരുണും അച്ഛൻ ഇവനെ കണ്ടപ്പോ മാറ്റി പറയാൻ തുടങ്ങിയോ? ഗുണ്ടകളിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവ മാത്രം ഇവിടെ വന്നു, പണവും സ്വർണവും വന്നില്ല അല്ലേ? അപ്പോ അതെവിടെ പോയി? സ്വയം രക്ഷിക്കാൻ പറ്റിയവന് പണവും സ്വർണവും കാക്കാൻ പറ്റിയില്ലേ? ഈ കഥയൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല അച്ഛാ. ഇവനെയൊന്നും വീട്ടിൽ വിളിച്ചിരുത്തി സംസാരിക്കല്ല വേണ്ടത് എന്ന് പറഞ്ഞവൻ അവരുടെ നേരെ ചെല്ലുമ്പോഴേക്കും നിധിയും മതി നിർത്ത്. ഇന്നലെ മുതൽ ഞാൻ ഇത് കേട്ടോണ്ടിരിക്കുക. സ്വർണവും പണവും കട്ടു, വീട്ടുകാർ മുഴുവൻ കള്ളന്മാരാണ്. രാത്രിക്ക് രാത്രി വീട്ടുകാർ മുഴുവൻ സ്വർണവും പണവുമായി നാട് വിടും. എന്നിട്ട് ആരെങ്കിലും പോയോ? ഇല്ലല്ലോ. നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നില്ലേ സുധീഷ്? സുധീഷാണ് മോഷ്ടിച്ചതെങ്കിൽ ഇങ്ങനെ ധൈര്യത്തോടെ വന്നിരിക്കാൻ പറ്റുമോ? ഇതിലും കൂടുതൽ എന്താ വേണ്ടത്? സുധീഷ് പണവും സ്വർണവും മോഷ്ടിച്ചു എന്ന് പറയുന്നത് ഇന്നത്തോടെ നിർത്തിക്കോണം എന്നവൾ ഒച്ച വെക്കുമ്പോഴേക്കും ഞാൻ നിർത്താടി, പക്ഷെ എന്റെ പണവും സ്വർണവും തിരിച്ചു തരാൻ പറ ആദ്യം. അതെന്ത് ചെയ്തുവെന്ന് അവൻ പറയട്ടെ, അപ്പോ ഞാൻ നിർത്താമെന്ന് അരുൺ പറയുന്നത് കേൾക്കെ സുധീഷും ദേഷ്യത്തോടെ അവിടുന്ന് എഴുന്നേറ്റുകൊണ്ട്, മിസ്റ്റർ അളിയൻ, തനിക്കിപ്പോ എന്താ വേണ്ടത്? തന്റെ പണവും സ്വർണവും അത്രയല്ലേ ഉള്ളൂ? ശരി, വെയിറ്റ് ചെയ്യേ, ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. രാജീവ് അപ്പോഴേക്കും അരുണിനെ മാറ്റി നിർത്തി, ഇങ്ങ് വന്നേ, വെറുതെ പ്രശ്നമാക്കല്ലേ. വേറെന്തോ കളി നടന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇത്ര ധൈര്യത്തിൽ അവൻ ഇങ്ങോട്ട് വരുമോ? നോക്കാം, കൂടുതൽ സംസാരിച്ച് കൊളമാക്കല്ലേ. നമ്മളാണ് ഇതിന് പിന്നിലെന്ന് നിധിക്കറിയില്ല എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടെന്തുന്ന സുധീഷിന്റെ കൂടെ സുഭാഷും നികേഷും ഉണ്ടായിരുന്നു. അവരെ കണ്ട അമ്പരപ്പോടെ, സുഭാഷേട്ടാ എന്താ ഇവിടെ എന്ന് നിധി ചോദിക്കേ. ഇവരെല്ലാരും ഇപ്പൊ എവിടെ എന്താന്നല്ലേ നിധി ചോദിച്ചത്? ഞാൻ പറയാം, ഞാൻ തന്നെ അത് പറയാം. എന്നെ അവിടെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കെട്ടിയിട്ടില്ലേ, അവിടെ വെച്ച് ഒരു വിധത്തിൽ ഞാൻ സുഭാഷ് ഏട്ടനെ വിളിച്ചു. ഏതാണ്ട് ഞാൻ ഇരിക്കുന്ന സ്ഥലവും അങ്ങ് പറഞ്ഞു കൊടുത്തു. പക്ഷെ അപ്പോഴേക്കും അവരത് കണ്ടുപിടിച്ചു. എന്നെ അവിടുന്ന് മാറ്റാൻ തീരുമാനിക്കുകയും ചെയ്തു. അതോടെ എല്ലാം തീർന്നു തന്നെയാ ഞാൻ കരുതിയെ. പക്ഷെ ആരുമില്ലാത്തവനെ ദൈവമുണ്ടാവുമെന്നൊക്കെ പറയില്ലേ. എന്നെ അന്വേഷിച്ചു വന്ന എന്റെ ബ്രദേഴ്സിന്റെ വണ്ടിയും എന്നെ തട്ടിക്കൊണ്ടു പോയവരുടെ വണ്ടിയും തമ്മിൽ ചെറിയൊരു ആക്സിഡന്റ്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി സകലരെയും അങ്ങ് അടിച്ചു നിരത്തി എന്നൊക്കെ സുധീഷ് പറയുന്നത് കേൾക്കെ, ആരാ സുധീഷ് ഇങ്ങനെയൊക്കെ ചെയ്തത്? അവരെ വെറുതെ വിടാൻ പാടില്ലെന്ന് രാജീവും പറയുന്നുണ്ട്. സുധീഷും ചിരിയോടെ, അയ്യോ അവരെ കണ്ടുപിടിക്കാൻ നിങ്ങൾ മെനക്കെടൊന്നും വേണ്ട, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഹരീഷ് എന്ന് നീട്ടി വിളിക്കുമ്പോഴേ ഹരീഷ് അവരുടെ ഗുണ്ടകളുടെ ലീഡറുമായി അങ്ങോട്ടെത്തുകയാ. അവനെ കണ്ട് രാജീവും അരുണും പരസ്പരം പരിഭ്രമത്തോടെ നോക്കി നിൽക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. രാജീവ് ശങ്കറാണ് അതിന് പിന്നിലെന്ന് സുധീഷും കൂട്ടരും അറിഞ്ഞതും എല്ലാത്തിനും കാരണം തന്റെ അച്ഛനാണെന്ന് നിധി അറിയുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.